ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്തൊഴികെ എല്ലാ സമയത്തും നട്ട് വളർത്താൻ പറ്റുന്നതാണ് ചീര. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കുറച്ച് മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. കാര്യമായ മഴയൊന്നുമില്ല. ചൂടിനാണെങ്കിലും ഈ മഞ്ഞുള്ളത് കൊണ്ട് ചെറിയൊരു ശമനമൊക്കെ ഉണ്ട്. ഈ സമയമാണ് ചീര വളർത്താൻ ഏറ്റവും പറ്റിയത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഓൾ സീസൺ മാവാണേ. ഇപ്പോൾ ദേ പൂത്ത് ദേ കണ്ണിമാങ്ങ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂക്കളുണ്ടാകുമ്പം പൊഴിഞ്ഞു പോകാതെ, ഇവിടെ തന്നെ ആദ്യ സമയത്തൊക്കെ പൂത്തത് ഇത് കണ്ടോ, മാമ്പൂ എല്ലാം ഉണങ്ങിപ്പോയായിരുന്നു കാ പിടിക്കാതെ. അപ്പം ഞാൻ അതിനൊരു സൂത്രപ്പണി ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ഇപ്പം ഉണ്ണിമാങ്ങയാകുന്നുണ്ട്. ചീര വളർത്താൻ ആവശ്യമായ തൈകൾ ഞാൻ ഇതുപോലെ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുവാണേ. നമ്മളിവിടെ കൊടുക്കുന്ന, നിങ്ങൾക്ക് തരുന്ന ചീരയുടെ വിത്താണ്. ഈ ചുവന്ന ചീരയുടെ വിത്താണ് ഞാൻ ഇവിടെ പാകി മുളപ്പിച്ചിരിക്കുന്നത്. ഈ ചുവന്ന ചീര കൂടാതെ പച്ച ചീരയും അതുപോലെ സുന്ദരി ചീരയും, ഈ 3 ഇനം ചീരയാണ് നമുക്കിപ്പോഴുള്ളത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടേക്കണേ. അതിതുപോലെ പാകി മുളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ പല ആളുകളും പരാതി പറയുന്ന ഒരു കാര്യമാണ്, ചീര പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നുപോലും കിട്ടാതെ അവിഞ്ഞു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മളിതിന് വെള്ളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ചീരവിത്ത് ഞാൻ പാകി മുളപ്പിക്കാൻ വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എൻ്റെ ഇതുപോലെ ഒരു ചെറിയ ചട്ടി, അതിനകത്തെ ഹോളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കല്ല് കഷ്ണമൊക്കെ ഇട്ടതാണേ. എന്നിട്ട് ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മൾ സെറ്റാക്കി വെക്കുന്നതാണ്. നമ്മൾ നേരത്തെ ചകിരിച്ചോറിട്ട് കിളിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ഈ പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കല്ലും കട്ടയും പോലെയുള്ള സാധനങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റിക്കളയും. കണ്ടോ, ഇനി ഇതിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നല്ലതുപോലെ നനച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ പോട്ടിംഗ് മിക്സ് വാരി എടുത്തിട്ട് ഇതിനെ ഞാൻ നല്ലപോലെ നനച്ചെടുക്കുവാണ്. ഈ വെള്ളം ഇങ്ങനെ പതുക്കെ ഇറങ്ങി മുഴുവൻ ഭാഗവും നനഞ്ഞ് കിട്ടണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതിനെ നല്ല പോലെ നനച്ചെടുക്കും. ഇത് ഞാൻ നല്ലോണം നനച്ച് വെച്ചിരിക്കുവാണേ. ഇതിൻ്റെ മുകളിലേക്ക്, ഈ നനച്ച് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ചീരവിത്തിനെ ഇതേപോലെ അങ്ങോട്ട് പാകിയിട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇനി ഇത് ഉറുമ്പെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞളിൻ്റെ പൊടി തൂകി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഉറുമ്പെടുത്തുകൊണ്ട് പോകത്തില്ല, മുഴുവനും നമുക്ക് മുളച്ച് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതേ പോട്ടിംഗ് മിക്സ് തന്നെ കുറച്ച് വളരെ കനം കുറഞ്ഞ അളവിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. വളരെ കനം കുറഞ്ഞാൽ മതി, കാരണം നമ്മൾ വെള്ളം ഒന്നും തളിക്കുമ്പം തെറിച്ചു പോകരുത്. ചീരവിത്തിന് ആരോഗ്യത്തോടെ വളർന്നു വരാൻ പറ്റണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന്, ഈ മുകളിൽ ഇട്ട് കൊടുത്ത മണ്ണ് മാത്രം ഒന്ന് നനയത്തക്ക രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കും. ഇങ്ങനെ ഞാൻ വെള്ളം തളിച്ചു കൊടുത്താൽ തണലത്തേക്ക് മാറ്റി വയ്ക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു 3 മുതൽ 5 ദിവസം കൊണ്ട് നല്ലവണ്ണം മുളച്ചു വരും. അങ്ങനെ മുളച്ചു വന്നതാണ് ഈ ചീരയുടെ തൈകൾ കണ്ടോ. അപ്പം ഞാനിത് തണലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. മുളച്ചു വന്ന് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതുപോലെ പാകി മുളച്ച തൈകളുണ്ടല്ലോ, നമുക്ക് മാറ്റി നടാറാകണമെങ്കിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച വരെ വളർച്ച വേണ്ടി വരും. പക്ഷേ നമ്മൾ ചീരയുടെ തൈകൾ മാറ്റി നട്ട് വളർത്തുന്നതാണ് അവർക്ക് നല്ല വളർച്ച കിട്ടാൻ വേണ്ടി നല്ലത്. ഇതതുപോലെ 2 ആഴ്ച പ്രായമായ ചീരയുടെ തൈകളാണേ. കണ്ടോ, നല്ല ചുവന്ന ചീരയുടെ തൈകൾ തന്നെയാണ്. ഇതിൽ വലുതായവരെ നമുക്ക് പിഴുതെടുത്തിട്ട് മാറ്റി നടാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചീരയുടെ തൈകൾ വേര് പൊട്ടിപ്പോകാതെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് തളിച്ചു കൊടുക്കുവാണേ. അപ്പോൾ മറിയുന്നൊന്നും ഓർക്കണ്ട, അവരിച്ചിട്ട് കഴിയുമ്പോൾ നിവർന്നു വന്നോളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ വെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് പറിച്ചെടുക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വേര് പൊട്ടിപ്പോവും. അപ്പോൾ ഉള്ളതിൽ വലുതായവരെയാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ച് ഇതാണ് നമുക്ക് മാറ്റി നടാനുള്ള ശരിയായ പ്രായം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതിൽ നിന്നൊരു 3-4 എണ്ണത്തിനെ മാത്രം ഞാൻ പിഴുതെടുക്കുവാണേ. അപ്പം 4 എണ്ണമായി, ഇതൊരു 5 എണ്ണം. കണ്ടോ, ഇങ്ങനെ പിഴുതെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരെ അന്നേരം തന്നെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് സ്യൂഡോമോണാസ് കലക്കി അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കാവേ. അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതിനകത്ത് കലക്കിയിട്ട് അതിലേക്ക്
നമ്മൾ ഈ ചീരയുടെ തൈകളെ താഴ്ത്തി വയ്ക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ? രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിനും നല്ല വളർച്ച കിട്ടുന്നതിനും ഇങ്ങനെ സ്യൂഡോമോണാസിനകത്ത് മുക്കി വയ്ക്കുന്നത് സഹായിക്കും. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം വേണം നമുക്ക് ഈ ചീരത്തൈയെ മാറ്റി നടാൻ. ഞാൻ ഈ ചീരത്തൈകളെ ഈ പാത്രത്തിനകത്താണ് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഈ പാത്രം എന്ന് പറഞ്ഞാൽ എന്നോട് പല ആൾക്കാരും മിക്കവാറും കമൻ്റ് ഇടാറുള്ളതാണ്, ഈ പാത്രം എവിടെ നിന്നാണ് കിട്ടിയത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പോലും ചോദിക്കുന്നവരുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇത് ആ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ മീൻ മാർക്കറ്റുകളിൽ, അതായത് ഹോൾസെയിലായിട്ട് മീൻ വിൽക്കുന്ന മാർക്കറ്റുകളിൽ ഇതേപോലത്തെ പാത്രങ്ങൾ കിട്ടാനുണ്ടായിരുന്നേ. മാർക്കറ്റിൽ മാത്രമല്ല, ഇതിനെ മാറ്റിക്കളയാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വഴി സൈഡിലൊക്കെ കൊണ്ടിടാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പെറുക്കി എടുത്ത് വെച്ചിരുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ മാർക്കറ്റുകളിൽ അന്വേഷിച്ചാലും ഇത്തരത്തിലുള്ള പാത്രങ്ങൾ കിട്ടാനില്ല. പല വീഡിയോകളിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചോദിക്കുമ്പം ഞാൻ ചിലപ്പോഴൊന്നും അതിന് റിപ്ലൈ തരാത്തത്. വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ മാർക്കറ്റുകളിൽ അന്വേഷിച്ചാൽ ഇതേപോലത്തെ പാത്രങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ഏതോ ഏജൻസി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് നമുക്ക് തരാനായിട്ട് കിട്ടാറില്ല. പിന്നെ നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് ആക്രിക്കടകളിൽ അന്വേഷിക്കാം. അതുപോലെ മെഡിക്കൽ സാധനങ്ങളൊക്കെ വരുന്നിടത്തും ഇതേപോലത്തെ പാത്രങ്ങൾ കിട്ടാനുണ്ട്. അപ്പം ഇതിനകത്തിരിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ നല്ലതുപോലെ ചാണകപ്പൊടി ചേർത്ത് നനച്ച് വെച്ചിരിക്കുന്ന മണ്ണാണ്. അതുപോലെ ഇതിൽ നന്നായിട്ട് ഉണങ്ങിയ ഇലകളുടെ ജൈവാംശങ്ങളും ഒക്കെ നമുക്ക് നല്ലപോലെ കാണാനുണ്ട്. ഇത് നനവും തണുപ്പും പാത്രത്തിനകത്തെ മണ്ണിൽ നിലനിർത്താനാണ് ഇതുപോലത്തെ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ മണ്ണിലേക്ക് ചീര നടുമ്പം നല്ലോണം നമ്മൾ മണ്ണ് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കുറച്ച് ട്രൈക്കോഡർമ ഉണ്ടോ, ഇതേപോലെ കുറച്ച് ട്രൈക്കോഡർമ, അത് ഈ ചീരയുടെ ഇലകളിൽ പുള്ളിക്കുത്ത് പോലത്തെ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കുറച്ച് ട്രൈക്കോഡർമ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടി കണ്ടോ, ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് ചാണകപ്പൊടിയിലേക്കാണ് ഞാൻ ഈ ചീരയെ നട്ടു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് മണ്ണിനെ ഇതിൻ്റെ ചുറ്റിനും കൂട്ടിയിട്ട് ഉറപ്പിച്ച് നിർത്തുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലെവലിൽ ഒരു 4 ചീരകൾ വരെ നടാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നടുവാണേ. അപ്പോൾ ഇതുപോലെ മണ്ണിളക്കിയിട്ട് ശകലം ട്രൈക്കോഡർമ, അപ്പം ഞാൻ ഇവിടെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ട്രൈക്കോഡർമ ഇട്ടിട്ട് ഒരു കുറച്ച് ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടിയുടെ മുകളിലേക്ക് ഇതുപോലെ ചീരത്തൈ വെച്ച് മണ്ണ് കൂട്ടി കൊടുക്കുവാണേ. ഇതേപോലെ ഞാൻ ബാക്കിയും കൂടി ഇവിടെ നട്ടിട്ട് കാണിക്കാവേ. എൻ്റെ ഈ ഒരു ലൈനിൽ 5 എണ്ണം നട്ടിട്ടുണ്ടേ. ഇനി നമ്മൾ ആ സ്യൂഡോമോണാസ് കലക്കി വെച്ചില്ലേ, അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതുപോലെ നമ്മൾ ചീരത്തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചൂടൽ കുത്തി കൊടുക്കണേ. ഇത് ശീമക്കൊന്നയുടെ ഇലയാണേ, ഞാൻ പറിച്ചു വെച്ചിട്ട് വാടിപ്പോയതാണ്. അപ്പം ഞാൻ ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഊർന്ന് വീഴുമ്പോൾ ഒരു വളവും ആകും. അതുപോലെ ഇതിനൊരു വല്ലാത്തൊരു മണമുണ്ട്. അതുകൊണ്ട് കീടങ്ങളുടെ ശല്യവും കുറഞ്ഞിരിക്കും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മളിതിനൊരു തണൽ കുത്തി കൊടുക്കുകയും കൂടെ ചെയ്യണം. അതിപ്പോൾ ഇത് വെച്ചിട്ടോ ചേമ്പിൻ്റെ ഇല വെച്ചിട്ടോ വട്ടയില വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടാനുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമുക്കൊരു ചൂടൽ കുത്തി കൊടുക്കുകയും ചെയ്യാം. പരമാവധി ഇത്തരത്തിലുള്ള ചീരയുടെ തൈകൾ മാറ്റി നടുന്നത് വൈകുന്നേരമാക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമ്മൾ ചീരയുടെ തൈകൾ മാറ്റി നട്ടാൽ ചുവട് പിടിച്ച് കിട്ടാൻ ഒരു 4-5 ദിവസമൊക്കെ എടുക്കുവേ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ആരോഗ്യത്തോടെ നിവർന്ന് നിൽക്കാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് 4-5 ദിവസം എന്ന് പറയുന്നത്. ഇതുപോലെ ചുവട് പിടിച്ചതിന് ശേഷം വേണം നമുക്ക് വളം ചെയ്യാൻ. അപ്പം വളം ചെയ്യാറാകുമ്പം ഞാൻ ചെയ്യുന്ന വളം എന്നാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വളം ചെയ്താൽ മാത്രമേ ഉള്ളൂ ചീര പെട്ടെന്നിങ്ങനെ വളർന്നു കയറി വിളവെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തന്ന രീതിയിലാണ് നിങ്ങൾ ചീരത്തൈകളെ മാറ്റി നടുന്നതെങ്കിൽ നമുക്കൊരു 20 ദിവസം മുതൽ അല്ലെങ്കിൽ ഒരു 25 ദിവസത്തിനുള്ളിൽ വിളവെടുത്ത് കറി വയ്ക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ കൊടുക്കുന്ന ഒരു വിത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ എപ്പോഴും മുളപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു നനഞ്ഞ തുണിയിൽ വിത്തുകൾ കുതിർത്തതിന് ശേഷം ഞാൻ എടുത്ത് വയ്ക്കും. ഇത് നമ്മുടെ കാപ്സിക്കത്തിൻ്റെ വിത്തുകളാണ്. കണ്ടോ, എല്ലാം തന്നെ മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളച്ചതിന് ശേഷമാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതെ തൈകളായിട്ട് വളർന്നു കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇവരെ നടുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം.
ഇതുപോലെയുള്ള പ്രോട്രേക്കകത്തേക്ക് ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറാണേ. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇതിനകത്തേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. എല്ലാത്തിനകത്തും വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? ഇതിനകത്തൊരു ചെറിയൊരു കിഴുത്ത ഉണ്ടാക്കി വെക്കുക. ഒരു ഹോൾ ഉണ്ടാക്കണം നമ്മുടെ വിത്തിനിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് ഇതുപോലെ മുളച്ച വിത്തിനെ എടുത്ത് അതേപോലെ ഇട്ടാൽ മതി കേട്ടോ. കണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അവർ പെട്ടെന്ന് തന്നെ കിളിർത്ത് വന്നോളും. ഇത് കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ നേരെ തന്നെ വെക്കുവാണേ. നേരെയൊന്നും അല്ല, ചുമ്മാ ഇട്ടാലും അതങ്ങ് കിളുത്ത് വരും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നിനെയും ഇട്ടിട്ട് ഇനി കുറച്ചും കൂടെ ഇല വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് ഓരോ വിത്തുകളെയും ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ ഇരിക്കുന്ന ഇത് തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂടിക്കൊടുത്താൽ മതിയേ. ചെറുതായിട്ട് മൂടിക്കൊടുത്ത് പതുക്കെ ഒന്ന് വെള്ളവും തളിച്ച് വെച്ചാൽ വേറെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി ഇതിനകത്തൊന്ന് തൂത്തിടാൻ നമുക്കില്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു ശകലം വേറെ എടുത്തിട്ട് അങ്ങോട്ട് മൂടി ഒന്ന് വെള്ളം തളിച്ച് തണലത്തേക്കേ വെക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ തണലത്തേക്ക് വെക്കുവാണെങ്കിൽ ഇതെല്ലാം തൈകളായിട്ട് കിളുത്ത് വരും. വെറുതെ ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ തളിച്ച് കൊടുക്കുവാണേ. ഇതിൻ്റെ മുകളിലില്ല, ചെറിയൊരു മൂടൽ കൊടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്കവാറും ഇപ്പോൾ കാപ്സിക്കം കാണിച്ചു, ചീരവിത്ത് മുളപ്പിക്കുന്നത് കാണിച്ചു, അതുപോലെ തന്നെ പടവലത്തിൻ്റെ കാണിച്ചിട്ടുണ്ട്, മത്തയുടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വീഡിയോകളിലും നമ്മളിവിടെ കൊടുക്കുന്ന സീഡുകളെല്ലാം തന്നെ മുളപ്പിച്ചും നട്ടും നമ്മൾ കാണിക്കാറുണ്ട്. ചീരവിത്ത് മുളപ്പിക്കുന്നതിൻ്റെയും നട്ട് വളർത്തുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇതുവരെ ചീര നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചീര നടാനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങിക്കോണം. വിത്തുകളില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതേപോലെ നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് മെസ്സേജ് ചെയ്യുകയും ചെയ്യണേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.